2020 ലോകകപ്പ് കിരീടധാരണത്തിന്റെ ആവേശകരമായ നിമിഷങ്ങൾക്ക് പിന്നാലെ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്കായി ഇതാ മറ്റൊരു ആവേശം പൂരം കൂടി എത്തിക്കഴിഞ്ഞു. സീനിയർ താരങ്ങൾക്ക് വിശ്രമം അനുവദിച്ചുകൊണ്ട് യുവതാരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു പുതിയ യുഗത്തിനാണ് ഇന്ത്യൻ ക്രിക്കറ്റിന് തുടക്കമാകുന്നത്. ജൂൺ 26 മുതൽ അയർലൻഡിൽ വെച്ച് നടക്കുന്ന 2 മത്സരങ്ങളുടെ T20 പരമ്പര ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായകമായി പങ്കുവഹിക്കും. ഹർദിക് പാണ്ഡ്യ, സൂര്യകുമാർ യാദവ് എന്നിവരുടെ അഭാവത്തിൽ സ്റ്റാർ ബാറ്റർ ശ്രേയസ് അയ്യർ നയിക്കുന്ന യുവനിരയിലാണ് ഇന്ത്യ അയർലൻഡിനെതിരെ ഇറങ്ങുന്നത്. മലയാളി ക്രിക്കറ്റ് പ്രേമികളുടെ സ്വന്തം താരം സഞ്ജുവും ഈ ടീമിൽ പ്രധാന സാരഥിയായി ഇടം പിടിച്ചിട്ടുണ്ട് എന്നത് മലയാളി ആരാധകരുടെ ആവേശം ഇരട്ടിയാക്കുന്നു. ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഇന്ത്യയും അയർലൻഡും അന്താരാഷ്ട്ര T20യിൽ 8 തവണയാണ് ഇതുവരെ നേർക്കുനേർ വന്നിട്ടുള്ളത്. ഈ 8 മത്സരങ്ങളിലും വിജയം പൂർണ്ണമായും ഇന്ത്യക്കൊപ്പമായിരുന്നു. നാളെ പുതിയൊരു പോരാട്ടത്തിന് തുടക്കമാകുമ്പോൾ ഇന്ത്യ അയർലൻഡ് T20 മത്സരങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് അടിച്ചുകൂട്ടിയ 5 മുൻനിര ബാറ്റർമാർ ആരെല്ലാമാണെന്നും അവരുടെ പ്രകടനങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ത്യ അയർലൻഡ് T20 ചരിത്രത്തിലെ റൺവേട്ടക്കാരുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് ഇന്ത്യൻ മുൻനിര നായകൻ ഹിറ്റ്മാൻ രോഹിത് ശർമ്മയാണ്. അയർലൻഡിനെതിരെ കളിച്ച 4 മത്സരങ്ങളിൽ നിന്നും 100.50 എന്ന അവിശ്വസനീയമായ ശരാശരിയിലാണ് രോഹിത് 201 റൺസ് അടിച്ചുകൂട്ടിയത്. ഐറിഷ് ബൗളർമാർക്കെതിരെ വ്യക്തമായ ആധിപത്യം സ്ഥാപിക്കാൻ രോഹിത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നതിന് തെളിവാണ് ഈ ഉയർന്ന ശരാശരി. ഇതിൽ 3 തകർപ്പൻ അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടുന്നു. 2018-ൽ ഡബ്ലിനിൽ വെച്ച് നടന്ന മത്സരത്തിൽ 61 പന്തിൽ 8 സിക്സറുകളുടെയും 8 ഫോറുകളുടെയും അകമ്പടിയോടെയാണ് രോഹിത് അടിച്ചുകൂട്ടിയ 97 റൺസാണ് അയർലൻഡിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച പ്രകടനം. അന്ന് വെറും 3 റൺസ് അകലെയാണ് രോഹിത്തിന് സെഞ്ചുറി നഷ്ടമായത്. പിന്നീട് നടന്ന T20 ലോകകപ്പിലും അയർലൻഡിനെതിരെ രോഹിത് തകർപ്പൻ അർദ്ധ സെഞ്ചുറി നേടി ഇന്ത്യൻ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചിരുന്നു. ഇത്തവണത്തെ പരമ്പരയിൽ രോഹിത് കളിക്കുന്നില്ല എന്നതിനാൽ മറ്റു താരങ്ങൾക്ക് ഈ റെക്കോർഡിലേക്ക് അടുക്കാൻ അവസരവുമുണ്ട്. ലിസ്റ്റിൽ 2-ാം സ്ഥാനത്തുള്ളത് അയർലൻഡിന്റെ മുൻ നായകനും പരിചയസമ്പന്നനായ ഓപ്പണറുമായ ആൻഡി ബെൽബിർണിയാണ്. ഇന്ത്യക്കെതിരെ കളിച്ച 7 മത്സരങ്ങളിൽ നിന്നും 161 റൺസാണ് ഈ 35-കാരൻ സ്വന്തമാക്കിയത്. മികച്ച ക്ലാസിക് ശൈലിയിൽ ബാറ്റ് ചെയ്യുന്ന അദ്ദേഹം ഇന്ത്യൻ പേസ് ബൗളർമാർക്കും സ്പിന്നർമാർക്കും പലപ്പോഴും മികച്ച രീതിയിൽ വെല്ലുവിളി ഉയർത്തിയിട്ടുമുണ്ട്. ഇന്ത്യക്കെതിരെ 2 അർദ്ധ സെഞ്ചുറികൾ നേടാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുമുണ്ട്. 2023-ൽ ഇന്ത്യയുടെ അയർലൻഡ് പര്യടനത്തിൽ തകർപ്പൻ ബാറ്റിംഗ് പുറത്തെടുത്ത അദ്ദേഹം 72 റൺസ് നേടിയിരുന്നു. ഇന്ത്യൻ ബൗളിംഗ് നിരയെ കൃത്യമായി പഠിച്ചു കളിക്കുന്ന അദ്ദേഹം ഇത്രയും വേഗം പുറത്താവുക എന്നതായിരുന്നു വരാനിരിക്കുന്ന പരമ്പരയിലും ഇന്ത്യൻ ബൗളർമാരുടെ പ്രധാന ലക്ഷ്യം. പട്ടികയിലെ ഏറ്റവും വലിയ സർപ്രൈസ് സാന്നിധ്യമാണ് ഇന്ത്യൻ താരം ദീപക് ഹൂഡ. വെറും 2 മത്സരങ്ങളിൽ നിന്നും 151 റൺസാണ് അദ്ദേഹം അടിച്ചെടുത്തത്. ഈ പട്ടികയിൽ അയർലൻഡിനെതിരെ സെഞ്ചുറി നേടിയിട്ടുള്ള ഒരേയൊരു താരം ദീപക് ഹൂഡയാണെന്ന പ്രത്യേകതയുമുണ്ട്. 2022-ലെ ഇന്ത്യയുടെ അയർലൻഡ് പര്യടനത്തിലായിരുന്നു ഹൂഡയുടെ ഈ അവിസ്മരണീയമായ പ്രകടനം. അന്ന് നടന്ന 2-ാം T20 മത്സരത്തിൽ ഓപ്പണറായി ഇറങ്ങിയ ഹൂഡ 57 പന്തിൽ 9 ഫോറുകളുടെയും 6 സിക്സറുകളുടെയും സഹായത്തോടെ 104 റൺസ് വാരിക്കൂട്ടി. വളരെ ചുരുങ്ങിയ ഇന്നിംഗ്സുകളിൽ നിന്നും റൺവേട്ടയിൽ 3-ാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞു എന്നത് അദ്ദേഹത്തിന്റെ പ്രതിഭ വ്യക്തമാക്കുന്നു. അയർലൻഡിന്റെ മധ്യനിരയിൽ ഏറ്റവും വിശ്വസ്തനായ ബാറ്റർ ഹാരി ടെക്ടറാണ് പട്ടികയിൽ 4-ാം സ്ഥാനത്തുള്ളത്. ഇന്ത്യക്കെതിരെ 5 ഇന്നിംഗ്സുകളിൽ നിന്നായി 123 റൺസാണ് യുവതാരം നേടിയത്. സമ്മർദ്ദഘട്ടങ്ങളിൽ ടീമിനെ താങ്ങി നിർത്താൻ പ്രത്യേക ശേഷിയുള്ള താരമാണ് അദ്ദേഹം. 2022-ൽ ഇന്ത്യക്കെതിരെ നടന്ന ഒരു മത്സരത്തിൽ മഴ വില്ലനായപ്പോൾ തകർച്ച നേരിട്ട ഐറിഷ് നിരയെ ക്രീസിൽ ഉറച്ചുനിന്ന് രക്ഷിച്ചത് അദ്ദേഹമായിരുന്നു. അന്ന് വെറും 33 പന്തിൽ പുറത്താകാതെ 64 റൺസ് നേടിയ അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ പോലും കൈയടിയും പ്രശംസയും നേടിയിരുന്നു. വരാനിരിക്കുന്ന പരമ്പരയിലും അയർലൻഡ് മധ്യനിരയുടെ നട്ടെല്ലായി അദ്ദേഹം തന്നെയാണുള്ളത്. മലയാളി ക്രിക്കറ്റ് പ്രേമികളെ ആവേശത്തിലാക്കിക്കൊണ്ട് റൺവേട്ടക്കാരുടെ പട്ടിക 5-ാം സ്ഥാനത്ത് നിൽക്കുന്നത് സഞ്ജുവാണ്. അയർലൻഡിനെതിരെ കളിച്ച 3 ഇന്നിംഗ്സുകളിൽ നിന്നും 59 ശരാശരിയിൽ 171.01 എന്ന വെടിക്കെട്ട് സ്ട്രൈക്ക് റേറ്റിലും 118 റൺസാണ് സഞ്ജു നേടിയത്. ഈ പട്ടികയിലെ ഏറ്റവും ഉയർന്ന സ്ട്രൈക്ക് റേറ്റ് സഞ്ജുവിന്റെ പേരിലാണെന്നതും ശ്രദ്ധേയമാണ്. അയർലൻഡിന്റെ മണ്ണിൽ സഞ്ജുവിന് എന്നും മികച്ച റെക്കോർഡാണുള്ളത്. 2022 ജൂണിൽ നടന്ന മത്സരത്തിൽ ദീപക് ഹൂഡയ്ക്കൊപ്പം ഓപ്പണറായി ഇറങ്ങിയ സഞ്ജു കരിയർ ബെസ്റ്റ് പ്രകടനമാണ് പുറത്തെടുത്തത്. 42 പന്തിൽ 9 ഫോറും 4 സിക്സറുകളും സഹിതം 77 റൺസ് സഞ്ജു വാരിക്കൂട്ടി. ഹൂഡയ്ക്കൊപ്പം 176 റൺസിന്റെ റെക്കോർഡ് കൂട്ടുകെട്ടുണ്ടാക്കാനും അന്ന് സഞ്ജുവിന് കഴിഞ്ഞു. പിന്നീട് 2023 നടന്ന മത്സരത്തിൽ മിഡിൽ ഓർഡറായി 26 പന്തിൽ 40 റൺസും മലയാളി താരം നേടി. ഈ പരമ്പര ഇന്ത്യൻ യുവനിരയ്ക്ക് തങ്ങളുടെ സ്ഥാനം ടീമിൽ ഉറപ്പിക്കാൻ ലഭിച്ച വലിയൊരു വേദിയാണ്. പ്രത്യേകിച്ചും രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി തുടങ്ങിയവരുടെ അഭാവത്തിൽ സഞ്ജുവിന് ടോപ്പ് ഓർഡറിൽ ബാറ്റ് ചെയ്യാനുള്ള അവസരം ലഭിച്ചേക്കും. അയർലൻഡിനെതിരെ നിലവിൽ 5-ാം സ്ഥാനത്തുള്ള സഞ്ജുവിന് മുന്നിലുള്ള ദീപക് ഹൂഡ, രോഹിത് ശർമ്മ എന്നിവർ ഈ പരമ്പരയിൽ കളിക്കുന്നില്ല. അതിനാൽ വരാനിരിക്കുന്ന 2 മത്സരങ്ങളിൽ മികച്ച ഫോം തുടർന്ന് വലിയ സ്കോറുകൾ നേടാനായാൽ ആൻഡി ബെൽബിർണിയെയും മറികടന്ന് റൺവേട്ടക്കാരുടെ പട്ടികയിൽ 2-മതോ അല്ലെങ്കിൽ 1-മതോ എത്താൻ സഞ്ജുവിന് കഴിയും. 171 എന്ന തകർപ്പൻ സ്ട്രൈക്ക് റേറ്റ് ഐറിഷ് പിച്ചുകളിൽ സഞ്ജുവിനുള്ള ആധിപത്യം തെളിയിക്കുന്നതാണ്. ഇന്ത്യയും അയർലൻഡ്
അയർലൻഡ് തമ്മിലുള്ള T20 മത്സരങ്ങൾ എപ്പോഴും ആവേശകരമായ ബാറ്റിംഗ് വിരുന്നുകളാണ് സമ്മാനിച്ചിട്ടുള്ളത്. വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ ഐറിഷ് ബൗളർമാരെ നേരിടാൻ ശ്രേയസ് അയ്യരുടെ കീഴിലുള്ള ഇന്ത്യൻ യുവപ്പട സജ്ജമായി കഴിഞ്ഞു. വലിയ താരനിര തന്നെ അടങ്ങുന്ന തങ്ങളുടെ ആദ്യ വിജയം ലക്ഷ്യമിട്ട് കടുത്ത പോരാട്ടം കാഴ്ചവെക്കുമെന്നതും ഉറപ്പാണ്. എന്നാൽ സഞ്ജുവിന്റെ വെടിക്കെട്ട് ബാറ്റിംഗ്, യുവതാരങ്ങളുടെ ചോരത്തിളപ്പും മുൻനിർത്തി ഇന്ത്യ തങ്ങളുടെ വിജയക്കുതിപ്പ് തുടരുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. ജൂൺ 26-ന് കളി തുടങ്ങുമ്പോൾ റൺവേട്ടക്കാരുടെ ഈ പട്ടികയിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ ഇന്ത്യൻ താരങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കാം.